ചേച്ചി ഈ ചേട്ടൻ ഫാൻസി ഡ്രസ്സിന് കൊണ്ടുവന്നു. നമ്മുടെ സ്വന്തം തൊപ്പിയുടെ സ്വന്തം മമ്മു. അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് ഞാൻ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. അത് പെരുമാറ്റത്തിന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താ എന്നിട്ട് എന്ത് നല്ല പെരുമാറ്റം എന്ന് പറയേ. അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാർ എത്രമാത്രം വെറുപ്പിച്ച്. നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പാ. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ വൃത്തികേട്. അതാ പൂങ്കായി ശശിയായിരിക്കും. പ്രേതങ്ങൾക്കിടയിൽ ശശിയാ? പ്രേതമൊന്നുമല്ല, അതൊരു ഞരമ്പ് രോഗിയാ. ഒളിഞ്ഞു നോട്ടമാണ് അവന്റെ പ്രധാന ജോലി. അതാ ഇവിടെ പറയാൻ പറ്റുമല്ലോ. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസിനൊക്കെ ആയാലും മമ്മു ബെസ്റ്റാ. അയ്യോ ഇത്തിരി പൂന്തോട്ടി പറിക്കാൻ വന്നതാ മക്കളെ. ഇന്നലെ രാത്രി ഇയാൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കി. അതൊക്കെയാ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പുറം വേറൊരുത്തനും കൂടി ഉണ്ടോ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. എന്റെ അമ്മയെ നാട്ടിച്ച്. രാത്രിയാണോ പോവാ? രാത്രിക്കൊന്നല്ല, പകൽ തന്നെ പോവും. സ്ഥിരാണല്ലേ? ഞാൻ പറഞ്ഞത് സത്യം അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും ബാത്റൂം. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.